ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഞാനിന്ന് മൂന്നാറിൽ വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ ഫാമിലികൾ ടൂറിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കാണുകയും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്താ പറയുക, ഒത്തിരി അസൂയയും കുശുമ്പൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുമല്ലോ. അതിൻ്റേതായിട്ടൊരു അസൂയ പെട്ടെന്ന് അത് ഈ അസൂയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ അസൂയ എന്ന് പറഞ്ഞ വികാരം ഉണ്ടോ, നമ്മൾ എത്ര റോഡിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വണ്ടികൾ പോകുമ്പോൾ നമ്മൾ എത്ര ഉള്ളിൽ വെച്ചാൽ ഈ അസൂയ എന്ന് പറയുന്ന സംഭവം നമുക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ വെണ്ടയ്ക്ക ഇങ്ങനെ ഉണങ്ങി മൂത്തുണങ്ങി ഒരു ദിവസം അത് പൊട്ടി പുറത്തേക്ക് അതിൻ്റെ വിത്തുകളെല്ലാം പോകും. അതേപോലെയാണ് ചില സ്ത്രീകളുടെ അസൂയ എന്ന് പറയുന്നത്. ആ വിത്ത് പൊട്ടുന്നത് കുരു പൊട്ടിയത് ഞാനിന്ന് കണ്ടു കേട്ടോ. അപ്പം അതിന് ഞാൻ ഒരു സാക്ഷിയാകേണ്ടി വന്നു. എനിക്ക് ഒരുപാട് വിഷമം തോന്നി. എന്നാലും ആ വിഷമമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാനും ഒരു സാധാ സ്ത്രീ ആയതുകൊണ്ട് ചിലവരുടെ അപമാനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും പറ്റിയില്ലെങ്കിലും ഒന്ന് പോകില്ല. നീയൊക്കെ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അന്യൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നിൻ്റെയൊക്കെ അടുപ്പ് പോകുകയോ നിൻ്റെയൊക്കെ കലത്തിൽ അരി വേകുമോ? നിൻ്റെയൊക്കെ സ്വഭാവം കാണിക്കും, ഞാൻ എൻ്റെ സ്വഭാവം കാണിക്കും. ഇപ്പോൾ വളരെ വിഷമത്തോടെ അമ്മച്ചി പറയുകയാണ്, കൂട്ടത്തിലുള്ളൊരു അമ്മച്ചി, അയ്യോ ബീന, നീ ഇത്ര ദൂരെ വന്നിട്ട് ജോലി ചെയ്യുന്നോ? നിൻ്റെ കുട്ടികൾ, നിൻ്റെ പ്രായമുള്ള അച്ഛ അവിടെ ഒറ്റയ്ക്ക് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെങ്ങനെ ജീവിക്കുന്നു? നീ എന്തിനാ ഇങ്ങനെ ഇത്രയും ദൂരമൊക്കെ വന്ന് ജോലി ചെയ്യുന്നത്? ഞാൻ ഉഗാണ്ടയുടെ അറ്റത്തൊന്നും പോയി ജോലി ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 350 കിലോമീറ്റർ ദൂരെയാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്താ പറയുക, ഇവരോടൊക്കെ ഒന്നും വരാനില്ലാന്നേ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണേലും ചെറുപ്പത്തിലെ തുടങ്ങി കുഞ്ഞുങ്ങൾ വീട് വൃത്തിയാക്കാനും അവർ സ്വയം ഡ്രസ്സ് വാഷ് ചെയ്യാനും ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ എൻ്റെ കുട്ടികൾക്കറിയാം. എൻ്റെ കുട്ടികൾ ഒരു കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതല്ല. കാരണം അവരുടെ ചെറുപ്രായത്തിൽ തന്നെ, എൻ്റെ ചെറിയ മോൻ്റെ ഒരു 3 വയസ്സിൽ തന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതാണ്. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അവർ അതേപോലെ ദൈവഭയത്തിലും തന്നെയാണ് സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന കുട്ടികളായി വളരണം, നല്ല മനുഷ്യരായി വളരണം എന്ന് തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അതേപോലെ എൻ്റെ മക്കൾ വളർന്നിട്ടുണ്ട്. അതിൽ അഹങ്കാരമല്ല, അഭിമാനമാണ് കേട്ടോ. ഭഗവാൻ എന്നും അതേപോലെ ഇരിക്കണേ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ എൻ്റെ അച്ഛൻ വയസ്സായ കാര്യം, എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്ത ആയുസ്സാണ് വയസ്സാവുക എന്നുള്ളത്. അല്ലാതെ എല്ലാ മനുഷ്യരും ചെറുപ്പമായിട്ടിരിക്കുമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ അതേപോലെ തന്നെ അച്ഛൻ അങ്ങനെ വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ അച്ഛയുടെ 78 വയസ്സായിട്ടും എൻ്റെ അച്ഛൻ നല്ല ഊർജ്ജസ്വലരനായിട്ട്, ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ഓടി നടന്ന് എൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഇന്നും അച്ഛൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പല IOCകളിലും ഒക്കെ. അച്ഛക്ക് വണ്ടിയുടെ ബിസിനസ്സാണ്, ടാങ്കർ ലോറി ഉണ്ട് നമുക്ക്, അതിൻ്റെ ബിസിനസ്സാണ്. പല കമ്പനികളിലും പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടിങ്, അതാണ് എൻ്റെ അച്ഛൻ്റെ ബിസിനസ്. നമുക്ക് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞില്ല, ഡ്രൈവേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അച്ഛൻ ഇന്നും നല്ല ഊർജ്ജസ്വലതയോടുകൂടി ഓടി നടക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ ഫാം ഉള്ളപ്പോൾ തന്നെ നമ്മൾക്കൊരു അണ്ണനുണ്ട്. ആ അണ്ണൻ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിടും, നമ്മുടെ നായ്ക്കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ നോക്കും. പിന്നെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം അണ്ണൻ ഫുഡ് ഉണ്ടാക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത് തന്നെയുള്ളൊരു പുള്ളിക്കാരത്തി നമ്മുടെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ ആരും വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ കുടുംബകാര്യങ്ങളോർത്ത് നിങ്ങൾ വിഷമിക്കുക, അല്ലാതെ വല്ലവരുടെയും കുടുംബകാര്യങ്ങളോർത്ത് വിഷമിച്ച് പിഴിപ്പി കൂട്ടരുതെന്നാണ് ഞാൻ ആ പുള്ളിക്കാരത്തിയോട് പറഞ്ഞത്. പിന്നെ ഞാൻ ആ പുള്ളിക്കാരത്തിയോട് ചോദിച്ചു. അപ്പോൾ എന്നോടും എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ, ഇത്ര വേവലാതിയോട് അന്വേഷിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒന്ന് അന്വേഷിക്കണ്ടേ? അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ചെറുത്തിയുടെ മോള് ഇപ്പം എവിടെയാണ്, സുഖമാണോ? ആ മോടെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അതേവണക്കാണോ വീതി? അപ്പോൾ ഇപ്പം ചെറുത്തിയുടെ മോടെ മരുമോൻ എവിടെയുണ്ട്? ഒരു പെണ്ണിനെ കൊണ്ട് പോയിട്ട്, വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു സ്ത്രീയെ കൊണ്ട് പോയിട്ട്, അവർക്ക് അതിൽ കുട്ടികളൊക്കെ ഉണ്ടോ, എവിടെയാണെന്ന് അറിയാമോ? എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കും ഒരു വിഷമം, അവർക്കും ഒരു വിഷമം ആവും. ഇത്രയും കാര്യത്തോടെ ബീനയുടെ കുടുംബകാര്യങ്ങൾ, ബീനയുടെ സുഖവിവരങ്ങളും അന്വേഷിച്ചിട്ട് ബീന തിരിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടാവില്ലേ? എനിക്കങ്ങനെ ആരും വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടത്തിയുടെ മുഖത്തെ രക്തമായൊക്കെ
വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ഒരു മഞ്ഞ കളർ കയറി വരികയും ചെയ്തു. അതായത് നോക്കുന്നതെല്ലാം മഞ്ഞ ആണെന്നുള്ള ആ ഒരു ഇത് പുള്ളിക്കാരത്തിക്ക് വേഗം വന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു, എൻ്റെ മോളുടെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അവൾ പ്രസവിച്ച് കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മരുമോൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. മോളുടെ ഭർത്താവ് പോയിട്ടുള്ള വിവരമൊന്നും അറിയത്തില്ല, അവരെവിടെയാണോ തെണ്ടി, അവൻ മുടിഞ്ഞു പോട്ടെ, കഴിവേറി പോട്ടെ, അവനെയൊക്കെ ആര് ചിന്തിക്കുന്നു, ആര്. അപ്പോൾ അതാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം അങ്ങോട്ട് സങ്കടത്തോടുകൂടി ദുഃഖത്തോടുകൂടി നിരാശയോടുകൂടി മറന്നു കളയുമ്പോൾ അന്യ സ്ത്രീകളുടെ കുറ്റവും കുറവുകളും പൊക്കി പിടിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ താറച്ച് കാണിക്കാനും നല്ല വിരുദാണ് അല്ലേ. നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറച്ച് പേരുടെ കുടുംബകാര്യങ്ങളൊക്കെ നമ്മൾ ചിലരെങ്കിലും ചർച്ച ചെയ്യാറുള്ളൂ. അതിലെനിക്ക് ഏറ്റവും സങ്കടം വരുന്നത് സജിത ഷാജി എന്ന് പറയുന്ന പാലക്കാടുള്ള ഒരു പെൺകുട്ടിയുടെയാണ്. അവൾക്ക് 5 കുട്ടികളും ഒക്കെ ആയിട്ട് അവൾ സ്ട്രഗിൾ ചെയ്ത് ഒരു രോഗത്തെ പോലും മറികടന്ന് ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ഞാനും അതിനകത്തൊരു ചെറിയ ഭാഗമായതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അപ്പം നമ്മൾ അതേപോലെ കുറേ യൂട്യൂബിലെ ഫാമിലിനെ ഇതേപോലെ വിഷമം പറഞ്ഞു വരുന്ന കുറച്ച് പേരെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളത് വിളിച്ച് വരുന്ന മറ്റുള്ളവരും അതേപോലെ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയരുതെന്ന് പറയുന്ന ആ വചനത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ ചെയ്ത് കാണിക്കുന്ന നല്ല പ്രവൃത്തികളാണ് നമ്മുടെ മക്കൾ ചെയ്യുന്നത്, അതേപോലെ നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് സമൂഹം ഏറ്റെടുക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വചനത്തെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ. അപ്പോൾ അവളെ കല്ലെറിയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു. അവൾ അഹങ്കാരിയായിരുന്നു. അവളെ നോക്കി പുതിയൊരു വീഡിയോയിൽ ആ കുട്ടി വയനാട് പോയിട്ട് എവിടെയോ ഒരു പ്രമോഷൻ വർക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് വന്ന് ഒരുപാട് കമൻസ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണല്ലേ എറിഞ്ഞ് പൊട്ടിക്കരുത് എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. കാരണം ആ കുട്ടി കൈക്കിറക്കും ഇല്ലാത്ത ഒരു മുട്ടിൻ്റെ മേലിൽ നിൽക്കുന്ന ചിലപ്പോൾ ഓരോ മതസ്ഥർക്കും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പാലിച്ച് തന്നെ വേണം ജീവിക്കാൻ. വിധവയായെന്ന് പറഞ്ഞ് നമ്മൾ നിയമങ്ങൾ പാലിക്കാൻ പാടില്ല, അഴിയൊന്നുമില്ല, എല്ലാ നിയമങ്ങളും പാലിച്ച് വേണം ജീവിക്കാൻ. എന്നിരുന്നാലും ആ കുട്ടീനെ ഒരുപാട് കല്ലെറിയുന്ന കണ്ടു. അതും അവളുടെ മതസ്ഥർ തന്നെയാണ് കൂടുതലും സ്ത്രീകളും പുരുഷന്മാരും. ഇതിന് ഏറ്റവും ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു വീഡിയോയിൽ ആ പെൺകുട്ടി അവൾ ആ വീഡിയോയിൽ ഇതിൽ വന്നിരിക്കുന്ന കമൻസ്, മുത്തേ ഞാൻ നിൻ്റെ പത്തരിപ്പാലത്ത് വന്ന് നിന്നെ ഒരുപാട് നേരം കാത്തു നിന്ന്, നീ 2 മണിക്കൂർ എന്നെ അവിടെ നിർത്തി, നീ ഫോൺ വിളിച്ചാൽ നീ പറയുന്നു എന്താണ് കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് പിന്നെ അവൾ ഭയങ്കര അഹങ്കാരിയായി. കുറച്ചെങ്കിലും അഹങ്കാരം ഈ വിധവളായ സ്ത്രീകൾക്ക്, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾക്ക് വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളെപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർ വരുന്ന അവൾ മോശമാണ്. ഇച്ചിരി അഹങ്കാരത്തിൻ്റെ ഒരു ഗൗരവത്തിൻ്റെ മുഖഭാവം എടുത്ത് അണിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പേര് നമ്മുടെ അടുത്തേക്ക് വരാൻ, നമ്മളെ അനാവശ്യം വരാൻ ഒന്നും മടിക്കും. കാരണം അവൾ അഹങ്കാരിയാണ്, അവൾ ഗൗരവക്കാരിയാണെന്നുള്ളത്. പക്ഷെ ഞാൻ അഹങ്കാരിയും ഗൗരവക്കാരിയും ഒന്നും അല്ല കേട്ടോ. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യവും ഞാൻ ചിന്തിക്കുന്ന എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യം, നമ്മളെ ഹാപ്പിയാക്കാൻ വേണ്ടി ആരും വരില്ല. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകരാൻ ഒരാണെന്ന് പറയുന്നവർ, ഒരു പെണ്ണെന്ന് പറയുന്നവൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യം എന്തെങ്കിലും ഒന്ന് സാധിച്ചെടുക്കാൻ വേണ്ടി തന്നെയാവാം. അപ്പോൾ അതേപോലെ നമ്മൾ സ്വയം നമ്മുടെ സന്തോഷം കണ്ടെത്തുക, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷം കണ്ടെത്താം. ഇനി ഒരു ആശ്രയം വേണം, നമുക്ക് തലചായ്ക്കാൻ ഒരു തണൽ വേണം, നമുക്കൊരു ഒരു തോള് വേണമെങ്കിൽ ആ തോളിലൊന്ന് തലചായ്ക്കണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളി നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സാഹചര്യങ്ങളെ അംഗീകരിക്കുകയും നമ്മളെ നോക്കാനും നമ്മുടെ ഒപ്പം സഞ്ചരിക്കാനും തയ്യാറുള്ള ഒരു പങ്കാളി ആയിരിക്കണം. അങ്ങനെയുള്ളവരൊക്കെ കിട്ടുക അപൂർവമാണ് കേട്ടോ. എനിക്ക് പക്ഷേ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തരേണ്ട സ്നേഹവും കരുതലും എല്ലാം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പോലെ ഇരിക്കും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നതല്ല. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. എത്രയോ കുടുംബങ്ങളിലെ സ്ത്രീകൾ, ഞങ്ങളെ അധിക്ഷേപിക്കുന്ന സ്ത്രീകൾ തന്നെ അവരുടെ കുടുംബങ്ങളിൽ നരകത്തീയിൽ കടന്ന് ഉരുകുന്നവരായിരിക്കാം പുറത്തേട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ, ഒരു റീൽസ് കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ 2 കാലിലും മന്ദുള്ളവൻ ഒരു കാലം മന്ദുള്ളവനെ കുറ്റം പറയുന്നത് കണക്ക് തന്നെ നമ്മുടെ കണ്ണിലെ കരടെടുത്ത്, നമ്മുടെ കണ്ണിലെ തടിയെടുത്ത് മാറ്റിയിട്ട് വേണം കണ്ടവൻ്റെ കണ്ണിലെ കരടെടുക്കാനെന്നൊക്കെ കാരണവന്മാർ പറഞ്ഞ് നമുക്കറിയാമല്ലേ. പക്ഷേ ഇതൊന്നും നമ്മളാരും പ്രാബല്യത്തിൽ കൊണ്ടുവരില്ല. കാരണം നമ്മുടെ നൈമിഷികമായ ഒരു സുഖത്തിനോ സന്തോഷത്തിനോ വേണ്ടിയാവാം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. അതിൽ മുമ്പറ്റത്ത് ആദ്യമായി നിൽക്കുന്ന അസൂയ തന്നെയാണ്. എന്തിനാണ് ഒരു സ്ത്രീനെ അസൂയയോടുകൂടി നിങ്ങൾ മുൻവിധിയോടുകൂടി വിധിക്കുന്നതും? അതൊന്നും ശരിയല്ല കേട്ടോ. ഇതൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നല്ല.
അതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ വിധിച്ചതിൻ്റെ ആ തീവ്രമായ വേദന മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സുമംഗലികളായിരിക്കട്ടെ, എല്ലാവരും സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കട്ടെ. കുറ്റപ്പെടുത്താൻ വരുന്നവരൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് പോകട്ടെ, പക്ഷെ അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഒരു ആ ഒരു വാക്കിൽ അതൊരു മുദ്രാവാക്യം പോലെ കൊണ്ടു നടക്കുന്നവളാണ് ഞാൻ. കാരണം ലോകത്തെ എല്ലാ മനുഷ്യരും സുഖവും സന്തോഷവും സമാധാനവും അനുഭവിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന എൻ്റെ മക്കളും എൻ്റെ അച്ഛയാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ.